അഭിനേതാക്കളുടെ സംഘടന അമ്മയുടെ 2 മുൻ ഭരണസമിതികളുടെ മുഴുവൻ കണക്കുകളും കൃത്യമായി പരിശോധിക്കണമെന്ന് മുൻ പ്രസിഡന്റ് ശ്വേതാ മേനോൻ. ആത്മാഭിമാനമുള്ളതുകൊണ്ടാണ് പ്രസിഡന്റ് സ്ഥാനം വേണ്ടെന്ന് വെച്ചത്. ഇറക്കുമതി ചെയ്ത ചില കഥാപാത്രങ്ങളുടെ ദുഷ്പ്രചരണം നടത്തിയെന്നും കഥകൾ അവസാനിപ്പിച്ചിട്ടില്ലെന്നും ഫേസ്ബുക്കിൽ ശ്വേതാ മേനോന്റെ കുറിപ്പ്. വിപിൻ സി വിജയൻ ചേരുന്നു കൊച്ചിയിൽ നിന്ന്. വിപിൻ, ഗുഡ് മോർണിംഗ്, പറയൂ. അമ്മ സംഘടനയിലെ പോരും ഒപ്പം തന്നെ ആ ഒരു ഭിന്നതയും അത് കൂടുതൽ വഷളാവുന്നു അല്ലെങ്കിൽ കൂടുതൽ കടുക്കുന്നു എന്നുള്ളതാണ് ഈ ഘട്ടത്തിൽ പറയാൻ കഴിയുന്നത്. ഫേസ്ബുക്ക് പോസ്റ്റുമായിട്ടാണ് ഇന്ന് ശ്വേതാ മേനോൻ രാവിലെ തന്നെ വരുന്നത്. അതിൽ എടുത്തു പറയുന്ന ചില കാര്യങ്ങളുണ്ട്. അതിൽ തനിക്കെതിരെയുള്ള വ്യക്തിഹത്യ കഴിഞ്ഞ കുറച്ച് കാലങ്ങളായി തന്നെ നടന്നു. അത് അമ്മ പ്രസിഡന്റ് ആകുന്നതിന് മുൻപ് തന്നെ നടന്നു. ഒപ്പം തന്നെ ഇതിലെ കണക്കുകളിലെ ഒരു സുതാര്യതയില്ലായ്മയായിരുന്നു ഇവരെ പുറത്താക്കുന്നതിന് വേണ്ടി പ്രധാനമായും പറഞ്ഞിരുന്നത്. അതുകൊണ്ട് തന്നെ കഴിഞ്ഞ 2 ടേമുകളിലെ കണക്കുകൾ കൃത്യമായി തന്നെ പരിശോധിക്കണം. അതിനൊരു ഫോറൻസിക് ഓഡിറ്റ് വേണമെങ്കിൽ അത് തന്നെ വേണം എന്നുള്ളതാണ് ശ്വേത ആവശ്യപ്പെടുന്നത്. അതായത് അവരുടെ ഭരണസമിതിക്ക് മുൻപുള്ള ഭരണത്തിലും അതിന്റെ കണക്കുകളിൽ ചില അവ്യക്തതയുണ്ട്, അതിൽ ചില കള്ളക്കളികളുണ്ട് എന്നുള്ളത് മുൻ അധ്യക്ഷ പറഞ്ഞു വെക്കുന്നു എന്നുള്ളതാണ് ഏറ്റവും ഗൗരവമായിട്ടുള്ള ഒരു കാര്യം. ആത്മാഭിമാനമുള്ളത് കൊണ്ടായിരുന്നു അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയത്. ഇനിയും താൻ പാവയാകാൻ തയ്യാറല്ല എന്നുള്ളതിന്റെ ഒരു പ്രകടനമായിരുന്നു അത്. പേടി കൊണ്ടല്ല മാറിയത്. ഒപ്പം തന്നെ തന്നെ ഒരു രാഷ്ട്രീയ പാർട്ടിയുടെയൊക്കെ ഭാഗമാക്കുന്നതിനുള്ള ബോധപൂർവമായിട്ടുള്ള ചില ശ്രമങ്ങൾ നടന്നു. താനൊരു കമ്മ്യൂണിസ്റ്റോ അല്ലെങ്കിൽ ഒരു BJP അനുഭാവിയോ അല്ല. അമ്മയുടെ പ്രസിഡന്റ് ആകുന്നതിന് മുൻപും അത്തരത്തിൽ പല വേദികളിലേക്കും BJPയുടെ വേദികളിലേക്കും ഒപ്പം തന്നെ LDFന്റെ സർക്കാർ വേദികളിലേക്കും ഒക്കെ വിളിച്ചിരുന്നു. പക്ഷേ ഒന്നിലേക്കും താൻ പോയിട്ടില്ല. അത്തരത്തിലൊരു ചായവും താൻ പ്രകടമാക്കാൻ പാടില്ല എന്നുള്ളത് കൊണ്ടായിരുന്നു അതിൽ നിന്നൊക്കെ തന്നെ വിട്ടുനിന്നത്. പക്ഷേ ബോധപൂർവമുള്ള തന്നെ ചില രാഷ്ട്രീയ പാർട്ടികളുടെ ഭാഗമാക്കുന്നതിനുള്ള ശ്രമങ്ങൾ നടന്നു എന്നുള്ളത് കൂടി ഇപ്പോൾ അധ്യക്ഷ പറഞ്ഞു വെക്കുകയാണ്. ഒപ്പം ഈ കണക്കുകളിൽ ഒരു പരിശോധന വേണം. ഈ കഥകളൊന്നും തന്നെ അവസാനിച്ചിട്ടില്ല എന്ന് പറയുമ്പോൾ ഇനി വരും ദിവസങ്ങളിൽ ഒരു വാർത്താ സമ്മേളനം ശ്വേതാ മേനോൻ നടത്തും എന്നുള്ളത് കൂടിയാണ് നമുക്ക് മനസ്സിലാവുന്നത്. ഒരു പക്ഷേ അത് 26-ാം തീയതി ആയിരിക്കാം. അങ്ങനെയാണെങ്കിൽ അതിന് തൊട്ട് മുൻപായിട്ട് വന്ന ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് എന്ന് വേണം ഇതിനെ നമുക്ക് കാണുന്നതിന് വേണ്ടി. ഇത് കൂടുതലായിട്ട്, അതായത് കൂടുതൽ ആരോപണങ്ങൾ ശ്വേതാ മേനോൻ പുറത്തേക്ക് വിടും എന്നുള്ളത് കൂടി നമുക്ക് മനസ്സിലാവുന്നു. ഒപ്പം ഈ അമ്മയിൽ നിന്ന് ഇറങ്ങിപ്പോയതിനൊപ്പം അതിന്റെ പ്രാഥമിക അംഗത്വം കൂടി പലരും രാജിവെച്ചിരുന്നു. അവരെ തിരിച്ചു കൊണ്ടുവരാൻ അഡ്ഹോക് കമ്മിറ്റിയുടെയൊക്കെ നേതൃത്വത്തിൽ ചില അനൌദ്യോഗിക ചർച്ചകളൊക്കെ നടക്കുന്ന ഒരു ഘട്ടത്തിൽ കൂടിയാണ് ശ്വേതാ മേനോന്റെ ഇപ്പോഴത്തെ ഈ തുറന്നു പറച്ചിൽ ഉണ്ടായിരിക്കുന്നത്. ചില പേരുകൾ എടുത്തുകൊണ്ട് തന്നെയാണ് തന്നെ വ്യക്തിഹത്യ നടത്താൻ ശ്രമിച്ചു എന്നുള്ളത് ശ്വേതാ മേനോൻ ആരോപിക്കുന്നത്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.